കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഗിരി അയാളുടെ വീട്ടിൽ വിളിക്കുന്നുണ്ടായിരിക്കും. നിന്നോട് അവര് പറയാത്തതാ. അല്ല, വീട്ടിൽ വിളിച്ചില്ലെങ്കിലും ഗിരി സോളമനെ വിളിക്കാതിരിക്കില്ല. അതാ അവര് തമ്മിലുള്ള ബന്ധം. നീ പറഞ്ഞത് വെച്ചിട്ട് സോളമനെയും ഗിരിയുടെ അമ്മ വെറുത്തിരിക്കയല്ലേ? ഒരു വല്ലാത്ത സ്ത്രീയാ അവര്, അല്ലേ? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന ഒരു പാവമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും. ആ ദേഷ്യത്തിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് നിനക്കല്ലേ? അതിനെന്തിനാ ഗീതേച്ചി മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നത്? അതും ഗിരിയുടെ അമ്മ. മനസ്സിലായി. ഗിരിയോടുള്ള നിന്റെ സ്നേഹമാണ് അയാളുടെ അമ്മയോട് സഹതാപത്തിന്റെ രൂപത്തിൽ നീ കാണിക്കുന്നത്. അവഗണന സഹിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നീ അവരുടെ വീട്ടിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്നോ സംരക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നോ ഗംഗ കരുതുന്നുണ്ടോ? ഗീതേച്ചി ഇവിടെ ശരിക്കും വിഷമിക്കുന്നുണ്ടല്ലേ? ഞാൻ മാത്രമല്ല, അമ്മയും വിഷമിക്കുക, വിഷമിപ്പിക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലാ ബുദ്ധിമുട്ടിക്കുന്നത്. കുത്തുവാക്കുകളും ശകാരവും ഒന്നും അമ്മയ്ക്ക് മനസ്സിലായിന്ന് വരില്ല. പക്ഷെ വിശപ്പ് അതും അമ്മ അനുഭവിക്കേണ്ടി വരികയെന്ന് വെച്ച സത്യമാണ്. ജീവൻ കിടക്കാനുള്ളത് മാത്രം കൊടുക്കുന്നത്, അതും യാചിക്കണം. രമേശ് ചേട്ടൻ ഒന്നും പറയില്ലേ? പറയും. അച്ഛനെ അമ്മയെ അനുകൂലിച്ചുകൊണ്ടാണെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മയെ ഈ വീട്ടിൽ ചങ്ങലയ്ക്ക് കെട്ടിയിടും. അമ്മേ, സത്യമാണോ ചേച്ചി പറയുന്നത്? ആദ്യമൊക്കെ മുറി പോട്ടുകയുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രമേശ് ചേട്ടന്റെ അച്ഛനെ കൊണ്ട് തുടല് വാങ്ങിപ്പിച്ചു. അതി പിന്നെ ഭാര്യ രംഗന്റെ കൂടെ അന്ന് നീ വന്നപ്പോ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എല്ലാം കണ്ട് സഹിക്കേണ്ടത് ഞാനല്ലേ? ഇന്നലെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കാനിരുന്നതാ. ഇവിടുന്ന് ഏത് തരത്തിലുള്ള ആശുപത്രിയിലായിരിക്കും കൊണ്ടുപോകാന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും ക്ഷമിക്കാവുന്ന കാര്യങ്ങളല്ലല്ലോ ഗീതേച്ചി. നമ്മള് രണ്ട് മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മ ഇങ്ങനെ അനാഥയെ പോലെ നരകിക്കാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവും? പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ പറ. ആരെ കണ്ട് സങ്കടം ബോധിപ്പിക്കാനാ? ആരും നമ്മുടെ സങ്കടം കേൾക്കാനാ? അമ്മയ്ക്ക് നല്ല ചികിത്സ കിട്ടാനുള്ള വഴിയോ
ആദ്യം നമുക്ക് നോക്കേണ്ടത് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. അതിനിവിടെ ആരെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ? രമേശ് ചേട്ടന്റെ കാല് പിടിച്ച് എത്ര തവണ ഞാൻ ഇക്കാര്യം പറഞ്ഞതാന്നറിയോ? കാശ് ചെലവാകുന്നുള്ളതാ പ്രശ്നം. നമ്മുടെ അച്ഛൻ കൊടുത്ത 5 ലക്ഷം രൂപയുടെ ചൂട് പോലും അറിയിട്ടില്ല. അതിന്ന് ആശുപത്രി ചെലവിനുള്ളത് എടുക്കാൻ പറഞ്ഞു നോക്കി. എന്നിട്ട് കേൾക്കുന്നില്ലേ? ഓരോരോ മുട്ടാത്തർക്കങ്ങളുണ്ട് ഇങ്ങോട്ട് പറയാൻ. എങ്കിൽ അമ്മയും കൊണ്ട് ഞാൻ മുല്ലമുറ്റത്തേക്ക് പോയിക്കോളാം. അവിടെയാകുമ്പോ സഹായത്തിന് വാരിരങ്ങളുണ്ടല്ലോ. ചേച്ചി രമേശ് ചേട്ടനോട് പറഞ്ഞ് അതിനെങ്കിലും ഒന്ന് സമ്മതം വാങ്ങിയാ മതി. ഞാൻ പറഞ്ഞു നോക്കാം ഗംഗേ. ഇത് ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് രമേശ് ചേട്ടനെങ്കിലും ബോധ്യപ്പെടാതിരിക്കോ? ഞാൻ സംസാരിക്കാം. തള്ളയുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. സിദ്ധി കൂടിയോ? അവള് തള്ളയെ കൊണ്ട് സ്ഥലം വിട്ടോ? ഒന്നിനും കാണുന്നില്ലല്ലോ. എന്റെ മുറിയില് അയ്യോ, കല്യാണത്തിന് ഒരുപാട് പേര് വരുന്നല്ലേ. നല്ല സാരി തന്നെ ആയിക്കോട്ടെ. അയ്യോ, എന്റെ സാരി! ഇത് കൊള്ളാം. അതല്ല, അങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് സ്കോപ്പില്ല. പിന്നെ സാറൊരു കാര്യം പറയുമ്പോ നോ എന്ന് പറയാനും വയ്യ. ഒരു കാര്യം ചെയ്യാം, അവനെ പൊക്കി ശരിക്കൊന്ന് വരട്ടി 2 എണ്ണം കൊടുത്തു വിടാം. അത് ഞാൻ ഏറ്റു. പിന്നെ സാറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുമ്പോൾ ആ ഒരു വിചാരം വേണം. ഏത് ഇങ്ങോട്ടൊന്ന് വന്നേ. സൗദാമിനി ഫോൺ കുന്തെടുത്ത് നിക്ക്. സാർ ഞാൻ പിന്നെ വിളിക്കാം. ഓ വെച്ചോ. നീ എന്തോ പണിയായി കാണിച്ചേ? നല്ലൊരു കോളത്തു വരുമായിരുന്നു. അതെ, അതിലും നല്ല കോൾ ഇവിടെ ഒത്തിരിക്കുക. നീ കാര്യം പറ. കാര്യം കണ്ട് മനസ്സിലാക്കിയാ മതി. ഓരോ മാറിനും കൊണ്ട് തലയെ വെച്ച് തന്നിട്ടും വാ വന്ന് കണ്ട് തൃപ്തിപ്പെട്. എന്നിട്ട് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോയാ മതി. വാ വരെ. എന്താ സൗദാമിനി? കണ്ണു തുറന്നങ്ങ് നോക്ക്. കൊള്ളത്തില്ല, അത് വേണ്ട. അതും കൊള്ളത്തില്ല. പറ, ഈ കാണിക്കുന്നതിന് എന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? ഓ സൗദാമിനി, അതെ ഇത് പ്രാന്തല്ല, വേറെന്തോ കേടാ. കാന്താരി മുളകരച്ച് അവരുടെ ദേഹാസകലും പൊരട്ടാ വേണ്ടത്. ഇന്ന് എന്റെ മുറി കയറി ഈ തോന്നിയാസം കാണിച്ചെങ്കിൽ നാളെ എന്താ ചെയ്യാത്തത്? ഗ്യാസ് തുറന്നു വിട്ട് ഈ വീടിന് തീ വെക്കില്ലെന്ന് എന്താ ഉറപ്പ്? രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിങ്ങൾ ഒരുത്തരം ഇതിനെല്ലാം കാരണം. മുല്ലുമറ്റത്തുള്ളതെല്ലാം ഇങ്ങോട്ട് ഒഴുകി വരും പോലും. പഴം വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. എവിടെ അവളമാര്? ആ ഗീത മറ്റവളും വിളിക്ക്.
കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എല്ലാം ഒരു ദുസ്വപ്നമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവും. എങ്ങനെ കഴിഞ്ഞ വീടാ നമ്മുടേത്. മുല്ലമുറ്റത്തെ രാജകുമാരിമാർ എന്ന് സരസ്വതിയമ്മ ടീച്ചർ കളിയാക്കുമായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അച്ഛൻ, ഗൗരവത്തിൽ പൊതിഞ്ഞ സ്നേഹവുമായി അമ്മ. ആ അമ്മയാ ഇപ്പോ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് ഞാനാ. ഒരു കുടുംബം ശിഥിലമായി പോയതിന്റെ ശാപത്തിൽ നിന്ന് എനിക്ക് ജന്മത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാം സഹിക്കാം. അമ്മയെ ഈ അവസ്ഥയിൽ കാണുമ്പോഴാ. ഗീതേ, നീ അമ്മയെ കയറഴിച്ചു വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ആരുടെ കുറ്റവാടി പറയുന്നേ? ഞങ്ങള് വീട്ടിലെ കാര്യങ്ങൾ ഓർത്തോണ്ട് നിന്നതാ ഓ, അമ്മേ. പിന്നെ ഓർക്കാൻ അവിടെ ഇപ്പൊ എന്ത് വിശേഷം ഉണ്ടായത്? എല്ലാം കഴിഞ്ഞില്ലേ? ഒരു മുല്ലമുറ്റം തറവാട്, അതിപ്പോ മരപ്പെട്ടിയും വാവലും കയറി ഒരു ഭാർഗവി നിലയം ആയിട്ടുണ്ടാവും. വീട് അടച്ചിടണ്ടായിരുന്നു ആന്റി. പിന്നെ തുറന്നു വെച്ചിട്ട് അവിടെ എന്ത് ബിസിനസ് നടത്താനാ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ നിനക്ക്? അമ്മേ, പിന്നെ അല്ലാതെ അനിയത്തിയെ കണ്ടതിന്റെ പേരിൽ നീ കണ്ടമാനം നെകളിക്കല്ലേ ഗീതേ. ഇവള് വന്നതിൽ പിന്നെ നിനക്ക് ശകലം മാറ്റം ഉണ്ട്. എനിക്കതൊക്കെ മനസ്സിലായി. എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞേക്കാം. വിരുന്നുകാരൊക്കെ അങ്ങ് പോകും. അവസാനം നീയെ ഇവിടെ കാണും. അമ്മേ, ഞാൻ നോക്കിക്കോളാം. അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ആന്റി. വഴക്കോ? ആഹാ, അപ്പൊ ഞാൻ വഴക്കാളിയാണെന്നല്ലേ നീ പറഞ്ഞതിനർത്ഥം? നിന്റെ അമ്മ കാണിക്കുന്ന ഓരോ കണ്ണൻ തിരിവിനും വഴക്കിടുക അല്ല വേണ്ടത്, അവരുടെ പോറോടിച്ച് പൊളിക്കാ വേണ്ടത്. അതിന് അമ്മ എന്ത് ചെയ്തു? ചെന്ന് നോക്ക്, ചെയ്ത എന്താണെന്ന് കാണാം. വാടി ഇവിടെ, വാടി ഇങ്ങോട്ട്. ക്ഷമിക്കുന്ന എനിക്കൊരു അതിരുണ്ട്. ഒന്നും ഒരുങ്ങാനും സമ്മതിക്കത്തില്ല. പോ. കണ്ടോടി ഇതൊക്കെ, കണ്ടോ? കല്യാണത്തിന് പോകാൻ ഈ സാരി മതിയോടി? പോരല്ലേ? എനിക്കും തോന്നി. ഈ കാണിച്ചു വെച്ചിരിക്കുന്ന പ്രവൃത്തി എന്താ വിളിക്കേണ്ടത്? പുന്നാര മക്കളൊന്നും പറഞ്ഞാട്ടെ. നിന്റെ തള്ള കൊടുക്കുന്ന പോലെ 200 300 തുണി അല്ല ഇത്. നല്ല വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചതാ ഞാൻ. മുഴുവൻ വാരി വലിച്ചിട്ട് പുറത്തിട്ടിരിക്കുന്നത് കണ്ടോ നീ? ആന്റി, അമ്മ ഇതൊന്നും സ്വബോധത്തോട് ചെയ്യുന്നതല്ലല്ലോ ആന്റി. സുഖമില്ലാത്തതുകൊണ്ടല്ലേ. ശാപ്പാടടിക്കുന്നതിനും ഇങ്ങനെ അധിക പ്രസംഗം കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. സ്വബോധം ഇല്ല പോലും. എന്നിട്ട് ഇവര് വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കാത്തത് എന്താ? മുറ്റടിച്ചു വരാത്തത് എന്താ? സ്വബോധം അല്ലാത്തവരെല്ലാം സാധാ സമയം അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? വയസ്സുകാലത്ത് ഈ അസുഖം വേറെയാ. ഞാൻ പറഞ്ഞ കൂടി പോകും. ഇത് നല്ലതാണെന്ന് തോന്നുന്നു. അതോ ഇത് മതിയോ? അമ്മേ, എന്താ അമ്മ ഇത്? അമ്മ അവിടെ ഇട്. അങ്ങോട്ട് പോ. ഓ, എല്ലാം കൂടി വാരി വലിച്ചു ചുറ്റാൻ പറയടി. എന്നിട്ട് റോഡിൽ ഇറങ്ങി നടക്കട്ടെ. എഴുന്നള്ളത്ത് കാണാൻ 4 ആള് കൂടും. അകമ്പടിയായിട്ടെ മക്കളും കൂടെ അങ്ങ് ചെല്ല്. ദേ, ഇതിങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. ഇവരെ ഈ നിമിഷം ഭ്രാന്താശുപത്രിയിലാക്കണം. അതെ, സൗദാമിനി ഞാനൊന്നും. അതും ഇത് ഒന്നും പറയണ്ട. ദേ, നേരത്തെ നമ്മൾ തീരുമാനിച്ച കാര്യമാ. അല്ലെങ്കിൽ വലിയ താമസം കൂടാതെ ഇവര് നമ്മളെയൊക്കെ കുത്തി കൊന്നിട്ട് ഈ വീടിന് തീയിടും. അതെ സൗദാമിനി, ഞാൻ പറയുന്നത് കേൾക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവിടെ എന്തോ കാഴ്ച കണ്ടോണ്ടിരിക്കുക. വാ അമ്മേ.
നല്ലതുപോലെ ചേരുമല്ലേ? അമ്മ ഇത് വിട്ടെ. വാ അമ്മേ. ഞാൻ ഒഴുകി തീർന്നില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ വാ, നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി ഒരുങ്ങാം. വാ വാ അമ്മേ. ഞാൻ അമ്മയ്ക്കുള്ള സാരിയൊക്കെ അവിടെ എടുത്ത് വെച്ചേരാം. വാ. ആണോ? ആ വാ. എന്തിനമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചത്? രമേശ് ചേട്ടന്റെ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് കേട്ടില്ലേ? അസൂയക്കാർ ഓരോന്ന് പറയും. കല്യാണത്തിന് പോകാൻ നല്ല സാരിയല്ലേ ഉടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ മോക്ക അതിന്റെ കുറച്ചില്. അതും കൊള്ളാം. അതിന് അലമാരയിലിരുന്ന തുണികളെല്ലാം വലിച്ചു വാരി ഇടണോ? ആര് വലിച്ചു വാരിയിട്ട്? ഇത് കേട്ടോ ഇവിടെ നുണ പറയുന്നത്. അമ്മ കുറച്ചു നേരം കിടക്ക്. കിടന്നാൽ എങ്ങനെയാ? ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. മാഷിനെ ഇങ്ങോട്ട് വിളിച്ചേ, ഒരു കാര്യം പറയാനുണ്ട്. വാ അമ്മേ. വാ. അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിക്കായിരിക്കും മൂന്നും കൂടി. മിഴിച്ചു നോക്കണ്ട, തളയെ പൂട്ടിയിടാൻ പോവാ. അമ്മേ, അല്ലെങ്കിലേ ഇവിടെ ആരൊക്കെ ജീവനോടെ ഉണ്ടാവും പറയാൻ പറ്റിയാല. അയ്യോ അമ്മ, എന്നെ കുഴപ്പമൊന്നും കാണിക്കില്ല ആന്റി. എന്താടി ഉറപ്പ്? ഒരു നിമിഷം മതി കണ്ടുപിടിച്ച് പുറത്തേക്ക് ചാടാൻ. എപ്പോഴും നീയൊക്കെ ഇവിടെ കാവല് നിൽക്കും. അമ്മ വെളിയിലെങ്ങും ഇറങ്ങി പോവില്ല. പോയാലും എനിക്ക് വലിയ ഛേദമൊന്നുമില്ല. ഏതെങ്കിലും വണ്ടിയുടെ അടി ചെന്ന് ചാടും, സാരമില്ല. പക്ഷേ വീടിനകത്ത് നാശം കാണിക്കും, അതാ എന്റെ പ്രശ്നം. വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഉള്ള വീടാ, അതുകൊണ്ട് ഒരു പരീക്ഷണം വേണ്ട. വേണ്ട, വേണ്ട ആന്റി. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ കൊച്ചേ. അമ്മ ദയവ് ഇത് വേണ്ടമ്മ. ഞങ്ങളുടെ അമ്മ ചക്കയിടല്ലേ. ഇല്ല, ഞാനായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പകരം നീ അങ്ങ് ചെയ്തോ. നോക്കി നിൽക്കാതെ കാലത് കെട്ട്. ഗീതയോടാ പറഞ്ഞേ, അറിയാവല്ലോ എന്റെ സ്വഭാവം. അനുസരിച്ചില്ലെങ്കിൽ ഇതും ഇതിന്റെ അപ്പുറത്തെ പ്രവൃത്തി നിനക്ക് ചെയ്യേണ്ടി വരും. കേട്ടടി അങ്ങോട്ട്. ചേച്ചി വേണ്ട, ഞാൻ എന്റെ മരുമോളോടാ പറഞ്ഞത്. അവൾക്കറിയാം എന്തു വേണോന്ന്. കേട്ടടി. പെട്ടെന്ന്.
ഇവൾക്കായി ഉറ്റവർ സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തി. ഇവളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഉടയവർ നിത്യവും പ്രാർത്ഥിച്ചു. പക്ഷേ അതെ, അതൊരു വലിയ പക്ഷേയാണ്. അനിവാര്യമായ ദുരന്തങ്ങളുടെ സഹയാത്രികയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഗംഗ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.